ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും ആ പ്രയാസങ്ങളെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് സമൂഹത്തിനെ മൊത്തം ചിരിപ്പിക്കുന്ന ഒരാളായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് നമ്മൾ സലീന താത്ത എന്ന സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സലീന താത്തയുടെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്യുകയുണ്ടായി. തീർച്ചയായും ആ വീഡിയോ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയെ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ സഹായിയുടെ പേരാണ് ഷമീർ. അദ്ദേഹത്തിന്റെയും അതുപോലെ നമ്മുടെ സെലു കിച്ചന്റെയും ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാമെന്ന് തോന്നുന്നു. തീർച്ചയായും ആ പാട്ട് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ അത് വേണ്ട, നീ പാടിക്കോ. ഞാൻ പാടല്ലേ, നീ പാടിക്കോ. കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാരേ മേരേ ദിൽ കി റാണി നീ എന്റെ ഇടനെഞ്ചിൽ സുൽത്താനല്ലേ എന്നോട് എനിക്കൊന്നും മുഹബത്തല്ലേ വിരിയുന്ന താഴ്വാരത്തിൽ അത് സ്റ്റോപ്പ് ആക്ക്. ഞാൻ വേറെ പാട്ട് ഇഷ്ടമോതിയിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മെഹറ ഞാൻ വന്നിടാം നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ. അപ്പോൾ സലീന താത്ത ഷമീറിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഷമീർ എന്ന് പറയുന്ന ആൾ വളരെ ഒരു പാവമാണ് എന്നും എന്നാൽ അങ്ങനെയൊന്നും ഒരു പാവമല്ല എന്നും സലീന താത്ത നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പാട്ട് പാടാനും അതുപോലെ തന്നെ ആളുകളെ കെയർ ചെയ്യാനും അതുപോലെ തന്നെ ഉപദേശിക്കാനും അതുപോലെ തന്നെ പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട് എന്നും അങ്ങനെയുള്ള ഒരു ആങ്ങള തൻ്റെ ഒപ്പരമുള്ളത് നല്ലതല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു കമൻറ്റ് ഈ ഷമീർ ആങ്ങളെയാണോ, അതല്ല ഭർത്താവാണോ, അതല്ല അനുജനാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിന് സലീന താൻ്റെ ഒരു തഗ് മറുപടി നിങ്ങൾക്ക് കേൾക്കാം. ആങ്ങളെയും പെങ്ങളെയും അല്ല മുത്തേ എന്നാണ് സലീന താ ഷമീറിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഷമീറിന്റെ മറുപടി നിങ്ങൾക്ക് കേൾക്കാം. ഹലോ, ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ടെൻഷൻ ആണോ? ചെറുതായിട്ട്. എന്തിനാ ടെൻഷൻ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ടെൻഷൻ. എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? നേരത്തെ അവിടെ നിന്നപോലെ കൂളായിട്ട് ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഓക്കെ ഓക്കെ, താത്തേന്റെ അടുത്ത് ഇരിക്കുമ്പോ ഭയങ്കര സ്മാർട്ട് ആയിട്ട് ഇരിക്കണ്ടേ? അതെ അതെ പറഞ്ഞോക്ക്. അതെ, അതങ്ങനെയാണ്. പാവാണോ? അതെ, ഭയങ്കര പച്ച പാവാണ്. അല്ല, അത് അത്ര പാവെന്ന് വെച്ചാൽ അങ്ങനെ പാവൊന്നുമില്ല. അങ്ങനെ പാവം നമ്മൾ കരുതണ്ട. എന്നാലും ആള് ഭയങ്കര നല്ലൊരു എല്ലാത്തിനും നല്ലൊരു കഴിവുള്ള ഒരു പാട്ട് പാടാനോ എല്ലാത്തിനും മുന്നൊരു ക്യാരി ചെയ്യാനൊക്കെ ഒരുപാട് എന്താ വെച്ചാൽ ഒരു പെങ്ങളുടെ സ്ഥാനത്ത് ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കാണാനോ പിന്നെ ഭയങ്കര ഉപദേശിക്കാനോ ഒക്കെ ഒരു ആങ്ങള ഉണ്ടാവണം നല്ലൊരു കാര്യമില്ലേ. അതേപോലത്തെ ഒരു ആങ്ങളയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഉമ്മയും മകനോ ആണോ, ആങ്ങളെയും പെങ്ങളോ ആണോ? അതിപ്പോ അവർക്ക് ഓരോ കണ്ണിൽ അതങ്ങനൊക്കെ തോന്നും. ഞാൻ കുറച്ച് ഹൈറ്റ് വെയിറ്റ് ഉള്ള ആളതല്ലേ, സ്കെൽറ്റ് ആയതുകൊണ്ട് തോന്നായിരിക്കും. പക്ഷെ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ? ഞങ്ങൾ രണ്ടാളും ഞങ്ങളും പെങ്ങളും അല്ല മുത്തേ അല്ല അല്ലേ അല്ലേ? അതെ അതെ അല്ല, ഒറിജിനൽ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എങ്ങനെ പരിചയപ്പെട്ടെ? പക്ഷെ ഞാൻ പക്ഷെ ഇങ്ങനൊരു കാര്യം പിന്നെ എന്നോടൊപ്പം ചേരാനൊരാഗ്രഹമുണ്ട്. എന്നോടൊപ്പം ചേരാന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയൊരു യൂട്യൂബർ ഇതായതുകൊണ്ട് അപ്പോൾ ഒരു റിക്വസ്റ്റാന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് അല്ല, ഒരാഗ്രഹമുണ്ട് താനോട് സംസാരിക്കണമെന്ന്. എനിക്കിപ്പോൾ കിട്ടാതെ വരികയാണ് തൊണ്ടയിലെടുത്ത്. എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾക്ക് ഒരാഗ്രഹം എന്നോട് ഇൻ്റർവ്യൂ ചെയ്യാനൊരാഗ്രഹം, അതുപോലെ ഒരു കൗതുകം എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ നമ്മുടെ ഷമീർ പറയുന്നത്, സലീന താത്ത ഷമീറിനോട് പറഞ്ഞു നമുക്കൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഷമീർ ഒരു സ്റ്റുഡിയോ എല്ലാം സെറ്റാക്കി സലീന താത്തയെ വിളിച്ചു ഒരു പാട്ട് പാടിച്ചു എന്നും ആ പാട്ട് വളരെ ഹിറ്റായി എന്നും അതുകൊണ്ട് തനിക്കും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫ്രണ്ട്സ് ഫോളോവേഴ്സ് കുറച്ച് കൂടി എന്നാണ് ഷമീർ പറയുന്നത്. അതുപോലെ തന്നെ ഇവൾക്ക് പാട്ട് പാടാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ മാത്രമേ അറിയൂ എന്നും കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒന്നും അറിയില്ല എന്ന് വല്യമ്മ പറഞ്ഞതുകൊണ്ടാണ്
സെലീന താത്തയുടെ എല്ലാ കാര്യങ്ങളും താൻ നോക്കി നടത്തുന്നതെന്ന് സമീർ പറയുന്നു. അല്ലാതെ ആൾക്കാരെ പറയുന്ന പോലെ സെലീന താത്ത തൻ്റെ ഫണ്ടും അതുപോലെ തന്നെ പൈസയും തട്ടിയെടുക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ സെലീന താത്തയുടെ കൂടെ നടക്കുന്നത് എന്നും സമീർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആ സ്റ്റുഡിയോ തൻ്റേതല്ല എന്നും താൻ വാടകയ്ക്ക് എടുത്തതാണ് എന്നും സമീർ പറയുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളെ കൂടെ ഒരു പാട്ട് പാടാൻ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ അപ്പം അവരെല്ലാ സ്റ്റുഡിയോ സെറ്റാക്കിയിട്ട് ഊണിൽ ഉറക്കത്തിൽ കരുതാത്തൊരു പാട്ട് നമ്മൾ പാടി. പക്ഷേ ഞങ്ങൾ പാടിയത് പാട്ട് പഠിച്ചിട്ട് പോലും ഇല്ല. പെട്ടെന്നൊരു ദിവസം പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാ. അപ്പം ഞാൻ ആകെ പനിച്ച് ടയേർഡായൊരു സമയമാണ്, ടാബ്ലറ്റൊക്കെ കഴിച്ച് ഇരിക്കുന്ന ഒരു സമയം കേട്ടോ. എനിക്ക് അത്ര ഒരു വീഡിയോയിൽ കാണാമല്ലോ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ, എനിക്ക് അത്രക്കുതില്ല. എന്നാലും ഞാനത് ഉള്ളത് കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് എത്തി. സ്റ്റുഡിയോയിൽ പാട്ടും പാടി, എത്ര നാൾ ആദ്യം പാടി. പിന്നെ ഞാൻ കെട്ടിയ പെണ്ണിന് എത്ര ചന്തം കുറവാണ്, അല്ല അതല്ല എന്താ മനസ്സിൻ്റെ മണിയറയല്ലേ, അതൊക്കെ പാടിയത്. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു കൊറേ ഇത്തയുടെ കൂടെ തന്നെ കൊറേ ഫാൻസ് ഒക്കെ ആയി ഷമീർ ഷാനുവിനും അല്ലെ പാട്ടൊക്കെ പാട്ട് ഫാൻസ് ഒന്നും ആയിട്ടില്ല. ഇന്നെ പോലെ അവന് ആഗ്രഹം ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അനിയനല്ലേ, എനിക്ക് അനിയനും ജ്യേഷ്ഠനും ഒന്നുമില്ല, ഒറ്റ മോളുള്ളൂ. അതാണ് ഇങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. എൻ്റെ ആഗ്രഹത്തിനൊക്കെ ശാഠ്യം പിടിച്ചെന്തും വാങ്ങിത്തരുന്നുള്ളൊരു ഒരു ഇതായി, അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത്തയുടെ കൊളാപ്സും പ്രൊമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഷമീറാണോ? വരുന്ന ഇതൊക്കെയാണല്ലോ ഇന്ന് ഞാൻ എങ്ങനെ പ്രൊഫൈലൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടോ? പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നില്ല, അതൊക്കെ അവർ തന്നെയാണ് യൂട്യൂബും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. കൊളാബ് എൻക്വയറീസ് മാത്രം അറ്റൻഡ് ചെയ്യാറുള്ളൂ. അത് വെല്ലുമ്മ പറഞ്ഞു എന്നോട്, അവൾക്കൊന്നും അറിയില്ല, അപ്പോൾ അവളുടെ കൂടെ നിൽക്കെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു മാത്രം. വെല്ലുമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഷമീർ ഉണ്ടോ കൂടെ അതാ ചോദിച്ചത്. നമ്മൾ ഇന്റർവ്യൂക്ക് ചെയ്യാൻ അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പേരക്കുട്ടിയുടെ സ്ഥാനത്താണ് കാണുന്നത്. എനിക്ക് സത്യത്തിൽ സ്റ്റുഡിയോ ഒന്നും അല്ല, ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞു, അപ്പൊ ജസ്റ്റ് അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്റ്റുഡിയോ റെന്റിനെടുത്ത് ചെയ്തു. ചെയ്തു. ഓക്കെ. പാട്ടാണ് മെയിൻ ആയിട്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് താത്ത കിട്ടുന്ന ഒരു ക്യാഷ് പോലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, എടുക്കാൻ താല്പര്യം. പക്ഷെ എനിക്ക് അതോ അവർക്ക് കിട്ടണ ഒക്കെ എനിക്കത് തരിക. പക്ഷെ ഒറ്റ ചില്ലി കാശ് പോലും അവനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന വലിയ നിലയിലെത്തണം, ഞാൻ ഇപ്പോൾ ഈ നിലയിലെത്തിയാലും പോലെ ഹൈക്കുന്നെ പൊന്തിക്കണം എന്നുള്ള ഒരു നിലയിൽ നടക്കുന്ന ഒരാളാണ്. അതൊക്കെ തെറ്റിദ്ധാരണ പുറത്താണ് ആൾക്കാരുടെ ബോധി. ഇപ്പൊ എനിക്ക് യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് ഏണിങ്സ് വരുന്നുണ്ട്, അങ്ങനത്തെ പല തെറ്റിദ്ധാരണയുണ്ട്, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എനിക്കൊന്നും ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മോണിസേഷന് പോലും ഓണായിട്ടില്ല. പിന്നെ എങ്ങനെയാ അവർ തട്ടിയെടുക്കുന്നത്? അതൊക്കെ അവര് തെറ്റിദ്ധാരണ. പല കമന്റുകളും നമ്മൾ കണ്ടില്ല നടിക്കുന്നല്ലാതെ കമന്റുകൾ വേണം. പക്ഷെ എന്നെങ്കിലും നമുക്ക് ഉയർത്തിലെത്താൻ പറ്റുള്ളൂ. കമന്റ് ഇല്ലെങ്കിൽ അത് പ്രശ്നമൊന്നും. വാച്ചിങ് മൈ വീഡിയോ. തീർച്ചയായിട്ടും സെലീന താത്തയുടെയും ഷമീറിന്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കണ്ടുപിടുന്നത്. താങ്ക് യു. ബൈ ബൈ.